വേദിയിൽ അവളുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ റിയ അമ്പരന്നു. അപ്പൊ ഇവളാണ് തങ്ങളുടെ ഇര. അവളുടെ ചുണ്ടിൽ നിഗൂഢമായൊരു ചിരി തെളിഞ്ഞു. സംഗീതം മുഴങ്ങാൻ തുടങ്ങി. വസീകര എന്ന തമിഴ് സോങ്ങിനനുസരിച്ച് വശ്യമായ രീതിയിൽ അവർ നൃത്തം തുടങ്ങി. ആരുഷിയുടെ മേഴ്വഴക്കം കണ്ട് എല്ലാവരും അമ്പരപ്പോടെ നോക്കി നിന്നു. ആ ഗാനം പോലെ തന്നെ പ്രണയാർദ്രമായി അവർ വേദിയിൽ ഒഴുകി നടന്നു. ടേബിളിന് മുമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിനാഷ് ആ കാഴ്ച വീക്ഷിച്ചു. നല്ല ചേർച്ചയുണ്ടല്ലേ? അടുത്തിരുന്ന ഒരാൾ ഉറക്കെ പറഞ്ഞു. എനിക്ക് തോന്നിയില്ല. അവൻ പുച്ഛത്തോടെ മുമ്പിലെ പ്ലേറ്റിലേക്ക് കണ്ണു നട്ടു. എന്തു റൊമാൻറ്റിക് ആയിട്ടാ ഓരോ ചൂടും. ശരിക്കും കമിതാക്കൾ പോലെയുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ വല്ലാത്തൊരു ഹോട്ട് ആൻഡ് സെക്സി ലുക്കും. വാവ്. ടേബിളിന് ചുറ്റുമുള്ളവരുടെ ചർച്ച കേട്ട് അവിനാഷ് വീണ്ടും തലയുയർത്തി നോക്കി. നൃത്തം അവസാനിച്ചു തുടങ്ങിയിരുന്നു. അവസാനത്തെ ചൂടിൽ ആരുഷി രാജീവിന്റെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവന്റെ ഷോട്ടിൽ തലചായ്ക്കുന്ന ആ രംഗം കണ്ടപ്പോൾ അവിനാശിന്റെ മുഖത്ത് അസ്വസ്ഥത പരക്കുന്നു സാമുവിൽ ശ്രദ്ധിച്ചു. ഡാൻസിന്റെ അവസാനം രാജീവ് ആരുഷിയുടെ അരയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവളെ മുകളിലേക്ക് ഉയർത്തി. അടുത്ത നിമിഷം കയ്യിലുണ്ടായിരുന്ന ഫോർക്ക് പ്ലേറ്റിലെ ചിക്കനിൽ കുത്തിയിറക്കിക്കൊണ്ട് അവിനാഷ് ചാടി എഴുന്നേറ്റു. ഐ വാണ്ട് സംതിങ് ഡ്രിങ്ക്. അവൻ എഴുന്നേറ്റ് പുറകിലെ കോർണറിലേക്ക് നടന്നു. മുന്നിൽ നിരനിൽക്കുന്ന ഗ്ലാസുകളിൽ പതയുന്ന പലതരം ലഹരി പാനീയങ്ങൾ അവിടെ നിരന്നിരുന്നു. അവനൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ് എടുത്തിടാൻ തുടങ്ങി. ഹേയ്, ആ തണുത്ത കോളന്നേ, ആകെ ടയർഡായി. പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവിനാശ് തലതിരിച്ചു. കോർണറിന്റെ അങ്ങേയറ്റത്ത് രണ്ടുപേർക്ക് അപ്പുറത്തായി രാജീവ് നിൽക്കുന്നു. സർ, ഡാൻസ് പൊളിച്ചു കിട്ടോ? അവൻക്കൊരു കോളയുടെ ക്യാൻ നൽകിക്കൊണ്ട് വെയിറ്റർ പറഞ്ഞു. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് രാജീവ് തലയാട്ടിയപ്പോഴേക്കും അടുത്തയാൾ ചോദ്യവുമായി എത്തി. എന്റെ ഡോക്ടറെ, എന്താ കുട്ടികളെ പോലെ കോളയും പെപ്സിയൊക്കെ? ഒരു പെഗ്ഗടിക്കുന്നേ, വല്ലപ്പോഴല്ലേ നമ്മളിങ്ങനെ കൂടൂ. ആ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരു ഡോക്ടറായ ഹരീഷ് അവന്റെ തോളിൽ തട്ടി. എന്റെ പൊന്നോ വേണ്ട, ആരുഷി കൊല്ലും. അവൾക്ക് ഇതിന്റെ മണം പോലും വെറുപ്പാ. കൊള്ളാലോ, ഞങ്ങൾക്കൊക്കെ ഭാര്യമാരെയാ പേടി, ഇത് കൂട്ടുകാരിയാണല്ലോ. അവിടെ ഒരു കൂട്ടുച്ചിരി മുഴങ്ങി. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. അവിനാഷിന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വിസ്കി എടുത്ത് അവന്റെ ഷർട്ടിലൊക്കെ കുടഞ്ഞു കുറച്ച് ദേഹത്തും പുരട്ടാൻ തുടങ്ങി. ആരുഷിയും ശബാനി ഓരോന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ആരുഷി! പെട്ടെന്നൊരു വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ആരുഷി, നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? ഡാൻസ്? കുഴഞ്ഞ നാവോടെ സംസാരിച്ചുകൊണ്ട് അവിടെ അരികിലേക്ക് വന്നു. ഇയാൾ കുടിച്ചിട്ടുണ്ടോ? ആരുഷി മൂക്കിൻ തുമ്പത്ത് കൈവച്ചുകൊണ്ട് പുറകിലേക്ക് മാറി. അവിനാഷു പതുക്കെ അവളോട് അടുത്തു. അവിടെ കരം പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. ഡോണ്ട് വറി, ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. സേ, ഇതെന്റെ ഹോസ്പിറ്റലാ, നീ എന്റെ എംപ്ലോയിയും. സോ വാട്ട്സ് ദ പ്രോബ്ലം? അവന്റെ ചോദ്യം കേട്ട് തന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ആരുഷി വിസമ്മതിച്ചു. അപ്പോഴേക്കും ആരുഷിയുടെ അവിനാഷിനെ പേര് വേദിയിൽ അനൗൺസ് ചെയ്യുന്ന കേട്ട് അവൾ ആകെ ത്രിശങ്കുവിലായി. ഇവളോടൊപ്പം ഡാൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവൾക്കൊപ്പം സ്കോർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇമ്പോസിബിൾ. ശബാന ഇടയിൽ കയറി. വെയിറ്റ് ആൻഡ് സീ. അവളെ നോക്കി അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് ആരുഷിയുടെ കൈ പിടിച്ച് അവൻ വേദിയിലേക്ക് നടന്നു. ചുറ്റിലുമുള്ളവരുടെ കണ്ണുകൾ അവരുടെ നേരെ നീളുന്ന കണ്ട് അവൾ ആകെ നിസ്സഹയായി. എല്ലാവരും നിർത്താതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിസമ്മതിച്ച് മടങ്ങാമെന്ന് വെച്ചാൽ അതിനും വയ്യാത്ത സ്ഥിതിയായി. ഡാൻസ് ഫ്ലോറിന്റെ മധ്യത്തിൽ അവരുടെ നടത്തം അവസാനിച്ചു. അവൾ ദേഷ്യത്തോടെ അവിനാശിനെ നോക്കി. ഓക്കെ, ഞാൻ റെഡിയാണ്, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അവൾ ഉറച്ച ശബ്ദത്തോടെ അവൻ മാത്രം കേൾക്കുന്ന രീതിയിൽ അവനോട് തുടർന്നു. ഡോണ്ട് ടച്ച് മീ, അണ്ടർസ്റ്റാൻഡ്? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. യെസ്, കണ്ടീഷൻ അഗ്രീഡ്. അവൻ തന്റെ വിരലൊന്നും ഞൊടിച്ചു. പെട്ടെന്ന് എല്ലായിടത്തെയും വിളക്കുകളാണ്. അവരുടെ നേരെ മുകളിലായി നിന്നിരുന്ന അലങ്കാര ലൈറ്റുകൾ ഒരുമിച്ച് പ്രകാശിച്ചു. അടുത്ത നിമിഷം മ്യൂസിക് മുഴങ്ങി. അത് കേട്ടപ്പോഴേ ആരുഷ്യം ഞെട്ടി. പ്യാർ മാങ്കാഹെ തുമീസെ എന്ന മനോഹരമായൊരു പ്രണയഗാനമായിരുന്നത്. രണ്ടുപേരും പരസ്പരം സ്പർശിക്കുന്നില്ലായിരുന്നു. അതിനാൽ തന്നെ ഡാൻസ് അല്പം പ്രയാസമായിരുന്നു. അതിലുപരി രണ്ടുപേരുടെ ഓരോ സ്റ്റെപ്പിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു. എങ്കിലും അതുപോലും വളരെ മനോഹരമായ വിധത്തിലായിരുന്നു അവരുടെ ഓരോ ചലനങ്ങളും. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം മുന്നേറി. തോന്നിട്ടോ? ഷബാന രാജീവിനോട് ചോദിച്ചു. എന്നാത്തിന് ഈ ഡാൻസ് എങ്ങാനും കളിച്ചെന്ന് ഇത് അവൻ്റെ കൂടെ പോകത്തുണ്ടല്ലോ. രാജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പറയാൻ പറ്റില്ല, ഈ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ല, ആദ്യം അടിപൊളി പിന്നെ ഒരുമിച്ച്. നീ ഇങ്ങനെ നോക്കിയിരുന്നോ? ഷബാന അവനിട്ടും തോന്നി. ഓവ്, ആരുടെ കൂടെ പോയാലും ആരുഷി ഇവന്റെ കൂടെ പോയില്ലെന്ന് എനിക്ക് പറഞ്ഞു. അവർ വീണ്ടും ആരുഷിയിലൂടെ ശ്രദ്ധീകരിച്ചു. അവിനാശിന്റെ കണ്ണുകളിലേക്ക് കൂർത്ത നോട്ടം നോക്കിക്കൊണ്ട് ആരുഷി വാശിയോട് അവനോടൊപ്പം ചൂടുകൾ വെച്ചു. പക്ഷെ ഒരിക്കൽ പോലും തമ്മിൽ സ്പർശിക്കാതെ അസാധ്യമായി അവൾ വഴുതിമാറുന്ന കാണാൻ പ്രത്യേക രസമുണ്ടായിരുന്നു. സോങ്ങിന്റെ അവസാന വരി പാടിത്തീർന്നപ്പോൾ ഡാൻസ് അവസാനിപ്പിച്ചുകൊണ്ട് ആരുഷി തിരിഞ്ഞെടുക്കാൻ ഭാവിച്ചു.
പെട്ടെന്ന് അവിനാശ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവളെ ഞൊടിയിടയിൽ വലിച്ചുകൊണ്ട് അവൻ്റെ ചാരത്തേക്ക് അടുപ്പിച്ചു. ആരുഷി ഞെട്ടിപ്പോയി. അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഒരു നിമിഷം. ആരുഷിയും അറിയാതെ നിശ്ചലയായി. ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട പോലെ. പെട്ടെന്ന് പരിസരബോധം വീണ്ടെടുത്ത് അവൾ അവൻ്റെ പിടിയിൽ നിന്ന് മോചിതയാവാൻ ശ്രമിച്ചുകൊണ്ട് പതുക്കെ പുറകോട്ട് മാറി. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. അവിനാശ് അവളെ കൂടുതൽ ശക്തിയോടെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചു. അവൻ തൊടുമ്പോൾ നിനക്ക് പ്രോബ്ലം ഇല്ലല്ലോ. അവിനാശിന്റെ കണ്ണുകളിൽ അതുവരെ തെളിയാത്തൊരു ഭാവം തെളിഞ്ഞു. പക്ഷേ അവൻ വരിഞ്ഞു മുറുക്കിയപ്പോൾ അവളുടെ പുറത്ത് അവൻ്റെ കൈകൾ പതിഞ്ഞ നിമിഷം പെട്ടെന്ന് ആരുഷി ഷോക്കേറ്റ പോലെ അവനെ തള്ളി മാറ്റി. ഐ സേ ഡോണ്ട് ടച്ച് മീ. കിതച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി ഫ്ലോറിൽ നിന്നിറങ്ങി വേഗത്തിൽ ആഞ്ഞു ചവിട്ടി പരിഭ്രമത്തോടെ അവൾ മുന്നോട്ട് നടന്നു. വാഷ്റൂമിലേക്ക് ചെന്ന് അവൾ വേഗം ഡോർ ലോക്ക് ചെയ്ത് കിതച്ചുകൊണ്ട് മുന്നോട്ടുള്ള വാഷ് ബേസിനിലേക്ക് കുതിച്ചവൾ പൈപ്പ് തുറന്ന് കൈക്കൊമ്പിളിൽ വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിക്കാൻ തുടങ്ങി. വാഷ് ബേസിനരിൽ മുറുകെ പിടിച്ചുകൊണ്ടവൾ പതുക്കെ തല ഉയർത്തി. അതൊരു വലിയ വാഷ്റൂമായിരുന്നു. അവളുടെ 4 വശവും പതിച്ചിരുന്ന കണ്ണാടികളിൽ പതിഞ്ഞ അവളുടെ തന്നെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി. തൊട്ടു മുമ്പ് കഴിഞ്ഞ നിമിഷങ്ങൾ അവളുടെ കണ്ണിലൂടെ കടന്നുപോയി. ഫ്ലോറിൽ നിന്ന് മടങ്ങുമ്പോൾ അവിനാശ് പിടിച്ചു വലിച്ചവളെ ചുറ്റി വരിഞ്ഞത്. പക്ഷെ ആ ഒരു നിമിഷം, അതേ നിമിഷം തെന്നിമാറിയ മുടിയിഴകൾക്കിടയിലൂടെ തൻ്റെ നഗ്നമായ പുറത്ത് അവൻ്റെ വിരലുകൾ പതിഞ്ഞ നിമിഷം പെട്ടെന്ന് മനസ്സൊന്നു പാളി കണ്ണിൽ മനുവിൻ്റെ മുഖം കടന്നു വന്നു. ആ ഒരു നിമിഷം സർവവും നിശ്ചലമായ പോലെ തോന്നി. അതിനൊക്കെ പുറമെ ഉള്ളിലേക്ക് കടന്നു വന്ന മനുവിൻ്റെ പെർഫ്യൂമിൻ്റെ മണം. എന്തുപറ്റിയെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ഇറങ്ങി ഓടുകയായിരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവൾ ആ സംഭവം ഓർമ്മിച്ച് വല്ലായ്മയോടെ അവൾ കണ്ണുകളടച്ചു. പെട്ടെന്ന് ഡോർ തുറന്ന ശബ്ദം കേട്ട് അവൾ കണ്ണുടച്ചുകൊണ്ട് വേഗം തിരിഞ്ഞു നോക്കി. അവിനാശ്! അവൾ വേഗം ദേഷ്യത്തോടെ അവിടുന്ന് പുറത്തേക്ക് പോകാൻ ഭാവിച്ചുവെങ്കിലും അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടുത്തം മുറുക്കി. ഹൗ ഡെയർ യു! ചീറിക്കൊണ്ട് തന്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് ആരുഷി അവന് നേരെ ശബ്ദമുയർത്തി. പലവട്ടം ഞാൻ പറഞ്ഞതാ, ഇനി കാരണം പോയി നോയിക്കോ. അവൾ അവന്റെ നേരെ വിരലോങ്ങിക്കൊണ്ട് പറഞ്ഞു. ഏയ്, വാട്ട്സ് യുവർ പ്രോബ്ലം? ഇത്രയും റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ മാത്രം എന്താ ഉണ്ടായി? അവിനാശ് അവളോട് കയർത്തു. റിയലി? ഒന്നും ഉണ്ടായില്ല? ഒന്നും ഉണ്ടായില്ലേ? തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞ എന്റെ അടുത്ത് അകലം പാലിക്കാൻ. തമ്മിൽ കണ്ട ആദ്യ ദിനം തന്നെ തുടങ്ങിയ തന്നെ കയറി പിടിക്കാൻ തനിക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ? താൻ എന്തിനെ തൊടുന്നത്? ആരുഷി ഉറക്കിയല്ലറി. പക്ഷെ നീ മിണ്ടത് തനിക്ക് എല്ലാത്തിനും ന്യായീകരണം കാണും. പക്ഷേ അതൊന്നും ഇതിന് ന്യായീകരണം ആവില്ല. തനിക്കിനെ തൊടാൻ മാത്രമുള്ള അവകാശം തന്നിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ നീ എന്റെ ഭർത്താവാണോ? താൻ എന്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ടുണ്ടോ? താൻ എനിക്ക് സിന്ദൂരം അണിയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിലും തന്നോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതൊക്കെ മനസ്സിലാവണമെങ്കിലേ അതിന് പോലെ ഒരു അർഹത വേണം. തന്റെ അമ്മ ഇതൊന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ല അല്ലേ? തന്നെയൊക്കെ നല്ല രീതിയിൽ വളർത്താതെ തന്നിഷ്ടം നടക്കാൻ വിട്ടതാ തന്റെ ഈ നെകളിപ്പ്. തന്റെ അമ്മ. അവിനാശ് ദേഷ്യത്തോടെ അവളുടെ നേരെ അലറി. അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ അവന്റെ ചെവിയിൽ മൂളിക്കൊണ്ടിരുന്നു. ഒരു കുഞ്ഞ് വീടിന്റെ ഓരോ മുറിയിലും കയറിറങ്ങി തിരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ച് കരയുന്ന ഒരു പിഞ്ചുബാലന്റെ മുഖം അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ദേഷ്യം കൊണ്ട് അവന്റെ മുഖം ചുവന്നു തുടുത്തു. അവൻ പെട്ടെന്ന് അവളുടെ നേരെ തല ഉയർത്തി. അപ്പൊ അതിലേതെങ്കിലും ചെയ്താ നിനക്ക് ഓക്കെ ആണല്ലേ? ചുവന്നു തുടുത്ത കണ്ണുകളോടെ അവൻ അവളെ നോക്കി. അപ്പോഴത്തെ അവന്റെ മുഖഭാവം കണ്ട ആരുഷി ഞെട്ടലോടെ പുറകോട്ട് മാറി. അവൾ തന്നെ ഷർട്ടിൽ നിന്ന് ടൈ ഊരി വലിച്ചെറിഞ്ഞു. ഷർട്ടിന്റെ മുകൾ ബട്ടൺ അഴിച്ചുകൊണ്ട് അവളുടെ നേരെ നടന്നെടുത്തു. താനെന്താ ചെയ്യുന്നേ? ഭയന്നു പോയ ആരുഷി വേവലാതിയുടെ പുറകിലോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അവനടുത്തേക്ക് നടന്നെടുക്കുകയാണ്. പുറകിലോട്ട് നടന്ന അവസാനം ആരുഷി ഒരു വാഷ് ബേസിനിൽ ചെന്ന് മുട്ടി നിന്നു. അവൻ തൊട്ടടുത്തെത്തിയിരുന്നു. അടുത്ത നിമിഷം അവൻ തന്റെ കഴുത്തിൽ നിന്നൊരു വെള്ളി കൊണ്ട് നിർമ്മിച്ച നേർത്തൊരു ചെയിൻ ഊരിയെടുത്തു. അപ്പോൾ മാത്രമാണ് ആരുഷിക്ക് അവന്റെ ഉദ്ദേശം മനസ്സിലായത്. നോ, വേണ്ട, നോ! ആരുഷി ഞെട്ടലോട് വിസമ്മതിച്ചുകൊണ്ട് തലയാട്ടിയെങ്കിലും അവൻ അവളുടെ കൈകൾ തട്ടിമാറ്റി ബലമായത് അവളുടെ കഴുത്തിൽ ചാർത്തി. അമ്പർ നിൽക്കുന്ന ആരുഷിയെ നോക്കി അവൻ തന്റെ കൈ ഉയർത്തി മുഷ്ടിയുരുട്ടി. അവളെ നോക്കി പല്ലിറുമ്മിക്കൊണ്ട് അവൻ അവളുടെ മുഖത്തിന് നേരെ ഇടിക്കാനായെന്ന് കണ്ട് അവൾ നിലവിളിയോടെ മുഖം തിരിച്ചു. ഗ്ലാസ് ഉടയുന്ന ശബ്ദം കേട്ട് ആരുഷി കണ്ണു തുറന്നു. പുറകിലെ കണ്ണാടിച്ചിൽ അവന്റെ ഇടികൊണ്ട് തകർന്നിരുന്നു. അവന്റെ കയ്യിൽ നിന്ന് രക്തമൊലിക്കുന്ന കണ്ട് ആരുഷി പരിഭ്രമിച്ചു. ഒരുപക്ഷെ ഇനി താൻ ഉപദ്രവിച്ചെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ആയിരിക്കൂ. അവൾ ആകെ വേവലാതിപ്പെട്ടു. ചോരയൊലിക്കുന്ന കൈപ്പത്തിൽ നോക്കിക്കൊണ്ടിരുന്ന അവിനാശ് തലയുയർത്തി. അവനൊരു ചൂടുകൂടി മുന്നോട്ട് വെച്ചു. അവന്റെ ശ്വാസം അവളുടെ മുഖത്തെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. ആരുഷി ഉമിനീരിറക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ അവനെ നോക്കി. അടുത്ത നിമിഷം അവൻ തന്റെ ചോരയിൽ കുതിർന്ന കൈ ഉയർത്തി അവളുടെ നെറുകയിൽ ആ രക്തം കൊണ്ട് സിന്ദൂരമണിയിച്ചു. അതിശക്തമായ പ്രഹരമേറ്റെന്ന പോലെ ആരുഷി മരവിച്ചു പോയി. കണ്ണും കാതും കൊട്ടിയടച്ച പോലൊരവസ്ഥ.
അവൾ പ്രയാസപ്പെട്ട് പുറകിലേക്ക് തിരിഞ്ഞു. നിലക്കണ്ണാടിൽ കാണുന്ന അവളുടെ രൂപത്തെ അവൾ ഞെട്ടലോടെ നോക്കി. കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകുന്നത് അവൾ അറിഞ്ഞു. വിറക്കുന്ന വിരൽ തുമ്പുകൾ ഉയർത്തി അവൾ തന്റെ നെറുകയിൽ തൊട്ടുനോക്കി. ദീർഘസുമംഗലി ഭവ. അവിനാശിന്റെ സ്വരം അവളുടെ കാതുകളിൽ മുഴങ്ങി. അവളെ അവിടെ വിട്ട് അവൻ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നു. ആരുഷി ഒരു പ്രതിമ പോലെ നിൽക്കുകയായിരുന്നു. മനു ആദ്യമായി അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തിയതും താലി കെട്ടിയതും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അന്ന് അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് താനെ ഏറ്റവും വെറുക്കുന്ന ഒരാളുടെ കൈകൊണ്ട്. അവൾ തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്നു. അടുത്ത നിമിഷം നെഞ്ചു പൊട്ടിക്കൊണ്ട് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ആരുഷി വാഷ്റൂമിലേക്ക് പോകുന്നു. അവൾക്ക് പുറകെ അവിനാശി പോകുന്നു. ഷബാനയും രാജീവും കണ്ടിരുന്നു. അതുകൊണ്ട് പുറകെ പോകാനാഞ്ഞ രാജീവിനെ തടഞ്ഞ ശബാനയായിരുന്നു. അവന് 2 അടി കിട്ടേണ്ട കുറവുണ്ട്, അതിപ്പോൾ ആരുഷി കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്നായിരുന്നു ശബാന ഇപ്പോൾ അവരോട് പറഞ്ഞു. പക്ഷേ ചോരയിറ്റി വീഴുന്ന കൈയുമായി തനിയെ മടങ്ങി വരുന്ന അവിനാശിനെ കണ്ടവർ ഞെട്ടലോടെ പരസ്പരം നോക്കി. ആരു വേവലാതിയോടെ അവർ വാഷ്റൂമിലേക്ക് ഓടി. വാടിയ താമരത്തണ്ട് പോലെ നിലത്തെടുക്കുന്ന ആരുഷിയെ കണ്ടവർ ഉറക്കെ അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് ഓടി അവളെ പിടിച്ചുയർത്തി. എന്തുപറ്റി? അവൻ ഉദ്രവിച്ചോ? കരഞ്ഞു ചുവന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തി ശബാന ചോദിച്ചു. എങ്കിലും ആരുഷി നിശബ്ദയായിരുന്നു. എന്തുപറ്റി ആരു? നീ എന്തൊന്നും? അവളുടെ മുഖം പിടിച്ച് തന്റെ നേരെ തിരിച്ച രാജീവ് പെട്ടെന്ന് നിശബ്ദനായി. രക്തക്കറ പുരണ്ട അവളുടെ നെറുകയിൽ നോക്കി അവൻ പകച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആരുഷി തളർന്ന ശബ്ദത്തിൽ അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. രാജീവ് ദേഷ്യത്തോടെ ഞൊടിയിൽ ചാടി എഴുന്നേറ്റു. അവനെ ഞാനങ്ങനെ വെറുതെ വിടില്ല, അത്രക്കായവൻ. ദേഷ്യം കൊണ്ട് വിറച്ച രാജീവ് മുന്നോട്ട് കുതിച്ചു.